ഹേ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. വീഡിയോയിൽ കാണുന്ന അത്ര എനർജി എനിക്കില്ല. ഇന്നാകെ ഫുൾ ഒരു ഡ്രെയിൻ ഔട്ട് ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പൊ സമയം 5-5:30 ആയിട്ടുണ്ട്. ഒരു ദിവസം കംപ്ലീറ്റ് ആയി. പക്ഷെ ഇതുവരെ ഞാൻ എൻ്റെ ഒരു ദിവസം തുടങ്ങിയിട്ടില്ല. രാവിലെ എഴുന്നേറ്റു, ഒരു 11 മണിക്കായപ്പോൾ എഴുന്നേറ്റു. ഞാൻ ബ്രെഡും എഗ്ഗും കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരേ കിടപ്പാണ്. എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ എടുക്കുന്നു. ഇന്നലെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി 2 നൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞതിന്റെ ഒരു ടയർഡ്നെസ് ഇപ്പൊ എന്താണെന്ന് അറിയില്ല. നൈറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടയർഡ്നെസ് അങ്ങോട്ട് എത്ര ഉറങ്ങിയാലും മാറുന്നില്ല. ശരിയാണ്, നമ്മൾ രാത്രി ഉറങ്ങേണ്ട സമയത്ത് രാത്രി ഉറങ്ങണം, അത് നമുക്ക് പറ്റുന്നില്ല. ഞാൻ അപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ ഇപ്പോൾ എഴുന്നേറ്റതാണ്. ഒന്ന് എഴുന്നേറ്റ് ഫ്രഷ് ആയി. മുഖം അതിന് 2 പിമ്പിൾസ് വന്നത് കേട്ടോ. 2 പിമ്പിൾസ് വന്ന് ഞാൻ 2 പിമ്പിൾ പാച്ച് ഒട്ടിച്ചിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്യാൻ നേരം ആ പിമ്പിൾ പാച്ച് പറിച്ചു കഴിഞ്ഞപ്പം അതിനകത്തോളം പസ് പോയി. പക്ഷെ കുറച്ച് ബ്ലഡ് വന്നു. എന്താണെന്നറിയില്ല. അപ്പോൾ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് പുറത്താണെങ്കിൽ ഈ വീക്ക് അത്യാവശ്യം ചൂടുണ്ട്. 30-31 ഡിഗ്രിയാണ്. ഈവനിങ് ആയിട്ട് ചൂടിന് കുറവൊന്നുമില്ല. ഞാൻ ഇത്രയും നേരം റൊളാട്ടറൊക്കെ താത്തി ഫുള്ള് വീട് ഇരുട്ടായിരുന്നു. അപ്പൊ ഇപ്പോഴാണ് ഞാൻ വിൻഡോസ് ഒക്കെ ഒന്ന് തുറന്നത്. ചൂടൊന്നും കുറവില്ല. അതാണ് ഞാൻ കാറ്റ് കയറുന്ന ഒരു വസ്ത്രം എടുത്തിട്ടിരിക്കുന്നത്. എന്നിട്ട് ഒരു പഴയ ഡ്രസ്സാണ്. എന്തെങ്കിലും കാറ്റ് കയറുന്ന ഡ്രസ്സ് നോക്കിയിട്ട് എൻ്റെ കയ്യിൽ ഇതാണ് കിട്ടിയത്. അപ്പോൾ അതാണ് ഒരു ട്രോപ്പിക്കൽ രീതിയിൽ നിങ്ങൾ എന്നെ കാണുന്നത്. അപ്പൊ ഗൈസ്, നമുക്ക് ഇങ്ങനെ ഡ്രെയിൻ ഔട്ട് ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഞാൻ വിചാരിച്ചത് നമുക്ക് ജിമ്മിൽ പോവാം. എന്തായാലും ജിമ്മിൽ പോകണം. ഒന്ന് നല്ലോണം പോയിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യണം. ഒന്നെങ്കിൽ ലെഗ്സിന് ചെയ്യുകയോ ഇല്ലെങ്കിൽ കാർഡിയോ ചെയ്യുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനു മുന്നേ കുറച്ചുകൂടി ഒന്ന് തണുക്കട്ടെ, ടെമ്പറേച്ചർ ഒന്നുകൂടെ കുറച്ചാവട്ടെ. കാരണം എൻ്റെ ജിമ്മ് ഞാൻ പോകുന്നത് രാത്രി 10:30 വരെ ഉണ്ട്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ അതിനു മുന്നേ എനിക്കൊന്ന് എന്തെങ്കിലും എന്നെ ഒന്ന് ഇന്നർ കൂൾ ചെയ്യാനും എനിക്ക് പുറമെ എന്നെ ഒന്ന് കൂൾ ചെയ്യാനും എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ നമുക്ക് ഫേസിൽ ഞാൻ വിചാരിച്ചു ഒരു ഷീറ്റ് മാസ്ക് ഉണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും എൻ്റെ ഷീറ്റ് മാസ്കുകളെല്ലാം തന്നെ അണ്ടർ ഐ മാസ്ക് കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെ വീടിനടുത്തൊരു ഒരു ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ട്, അതിങ്ങനെ നിന്ന് കുരയ്ക്കുന്ന. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ എൻ്റെ ഈ പറയുന്ന ഷീറ്റ് മാസ്ക് കാര്യങ്ങളെല്ലാം എൻ്റെ ഫ്രിഡ്ജിലാണ് വെക്കാറ്. അപ്പൊ അതാകുമ്പോൾ നല്ല തണുപ്പല്ലേ, നമുക്ക് ഫേസിൽ ഇടുമ്പോഴത്തേക്കും നല്ല തണുപ്പല്ലേ. അപ്പൊ അതിടുക. പിന്നെ വീടൊന്ന് കഴിഞ്ഞ ദിവസം എല്ലാം ഞാൻ ക്ലീൻ ചെയ്തു. മൊത്തം വാക്വം ചെയ്ത് ഫുൾ ക്ലീൻ ചെയ്ത് കിട്ടും. പക്ഷെ എന്നാലും ഉണ്ടല്ലോ, കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ട്. ബെഡ് ഇതുവരെ എഴുന്നേറ്റിട്ട് വിരിച്ചിട്ടില്ല, അത് ചെയ്യണം. പിന്നെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം. ഇന്നലെ ഹെയർ വാഷ് ഡേ ആയിരുന്നു. അപ്പൊ മുടിയിൽ നല്ലോണം എണ്ണയൊക്കെ തേച്ച് ഷാമ്പൂ കണ്ടീഷണർ മാസ്ക് എല്ലാം ഇട്ട് അങ്ങനെ ഇന്നലെ രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഞാൻ കുളിച്ചത്. പിന്നെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഞാൻ എന്തെങ്കിലും സ്മൂത്തി അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇതെല്ലാം ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു ഉഷാറ് കിട്ടുമായിരിക്കും. അപ്പൊ എനിക്കും ഉണ്ട് ഇതുപോലത്തെ ഡ്രെയിൻ ഔട്ട് ആയിട്ടുള്ള ദിവസങ്ങൾ. നമ്മൾ ഈ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു ഫസ്റ്റ് ഡേ ലീവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എപ്പോഴും ഉറങ്ങി ഒരു സൈഡിൽ ഇങ്ങനെ ഒന്നും ചെയ്യാണ്ട് അങ്ങനെയാണ് ഞാൻ നോർമലി തീർക്കാറ്. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ എനിക്ക് എന്റെ ബോഡി ഒന്ന് അനക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പൊ ഗൈസ്, നമുക്ക് വീഡിയോ തുടങ്ങാം. പ്രത്യേകിച്ച് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഒന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ. നോ കണ്ടന്റ്, 0 കണ്ടന്റ് ആണ്. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ്സ് കിട്ടുമായിരിക്കും അല്ലേ. ഓക്കെ, എനിവേ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് വെൽക്കം ബാക്ക്. ആൻഡ് ഞാനിപ്പോൾ ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ എം ലവിങ് ദാറ്റ്. അതിന് പ്രത്യേകിച്ച് എന്നെ മോട്ടിവേറ്റ് ചെയ്തൊരു കാര്യമുണ്ട്. അത് ഞാൻ വഴിയെ പറയാം കേട്ടോ. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. സോ ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ. നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? ഞാൻ ഓൾറെഡി ഫേസ് വാഷ് ഒക്കെ ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ക്രീം ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ നമുക്കൊന്ന് ഫസ്റ്റ് തന്നെ ഷീറ്റ് മാസ്ക് ഇട്ടിട്ട് ബാക്കി പരിപാടി അറിയാം. കം. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പുറത്ത് ഷോപ്പ് ചെയ്യാൻ പോയപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നു 2 ഷീറ്റ് മാസ്ക്. അപ്പൊ അതില് വിറ്റാമിൻ സിയുടെ ഒരെണ്ണമാണ് ഞാൻ ഇപ്പൊ എടുക്കാൻ പോകുന്നത്. നല്ല തണുപ്പ്. അപ്പൊ ഷീറ്റ് മാസ്കിന്റെ ഗുണങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ അല്ലെ. അപ്പൊ ഈ കഴിഞ്ഞ ദിവസത്തെ എന്റെ ഒരു വീഡിയോക്ക് കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരാൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പേരൻസിനെ ജർമ്മനിയിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്നുള്ള കാര്യം. നമുക്കിടെ കാണാലോ അല്ലെ, കുറച്ചുകൂടി ഹൈറ്റിലാക്കി വെക്കാം. ഓക്കെ, പേരൻസിനെ എങ്ങനെയാണ് ജർമ്മനിയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഇറ്റ്സ് വെരി സിമ്പിൾ ഗൈസ്. ഭയങ്കര സിമ്പിൾ പ്രൊസീജിയർ ആണ്. നിങ്ങൾ സ്പൗസിനെ എങ്ങനെയാണോ കൊണ്ടുവരുന്നത് സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ. ആൻഡ് നമ്മളിവിടെ അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പെർമനന്റ് കോൺട്രാക്ട് വേണം ഫസ്റ്റ് ഓഫ് ഓൾ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നിങ്ങൾ സപ്പോസ് നേഴ്സ് ആണെന്ന് ഇരിക്കട്ടെ, നിങ്ങൾ ഇവിടെ വന്നു, നിങ്ങളുടെ അനാർക്കിനും കഴിഞ്ഞു, നിങ്ങൾക്ക് എന്തായാലും ബെഫ്രിസ്റ്ററ്റ് ഫെഡ്രാഗ് കിട്ടും, നിങ്ങൾക്ക് ഊർക്കുണ്ടേ കിട്ടും, എല്ലാം കിട്ടും. അപ്പം നമുക്ക് പേരൻസിനെ കൊണ്ടുവരണമെങ്കിൽ
ആദ്യം തന്നെ ഒരു കുറച്ച് ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് പറയുന്ന ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് നാട്ടില്. നിങ്ങൾക്ക് VFS ത്രൂവോ അങ്ങനെ ഏതെങ്കിലും ഒരു എന്താ പറയാ ഏജന്റ് ത്രൂ നമുക്ക് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ അതിന്റെ വെബ്സൈറ്റ്, ജർമ്മൻ എംബസിയുടെ വെബ്സൈറ്റിനകത്ത് ഈ ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാനപ്പോ അതിവിടെ കാണിക്കാം, നിങ്ങളെ മെൻഷൻ ചെയ്യാം. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. മെയിൻ വരുന്ന റിക്വയർമെന്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് ഞാനത് ഓർമ്മയില്ല, പക്ഷെ എന്നാലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പൊ മെയിൻ ആയിട്ട് വെക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരൻസ് വെക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വാലിഡ് പാസ്പോർട്ട് എന്തായാലും വേണം, ഇല്ലാതെ നമുക്ക് ഫ്ലൈറ്റിൽ കയറാൻ പറ്റില്ല. ഓക്കെ, വാലിഡ് പാസ്പോർട്ട് വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ പേരൻസ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ അതായത് ഇവിടെ വന്നിട്ട് അവരുടെ എക്സ്പെൻസ് ഒക്കെ നടത്താനുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അവർക്ക് ഉണ്ടോ എന്നുള്ളത്. അതിന് അവർക്ക് അവരുടെ നാട്ടിൽ എന്തെങ്കിലും പ്രൂഫ് ഓഫ് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ്, ഇപ്പം സ്വന്തമായിട്ട് ഇത്ര അക്കൗണ്ടിൽ ഇത്ര ബാലൻസ് ഉണ്ടെന്നോ, ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ സാലറി സ്റ്റേറ്റ്മെന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണിക്കാം. അപ്പൊ അവർക്ക് ഈ പറയുന്ന പോലെ, ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് ലാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര പ്രോപ്പർട്ടി ഉണ്ട്, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കാണിക്കണം. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അത് ബാങ്ക് ബാലൻസോ അങ്ങനെയുള്ള, അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന വ്യക്തിയുടെ, അതിന് നോർമലി എല്ലാവരും ചെയ്യുന്ന കൊണ്ടുവരുന്ന ആളുടെ സാലറി സ്റ്റേറ്റ്മെന്റ് വെക്കുകയാണ് ചെയ്യുന്നത്. 3 മാസത്തെ സാലറി സ്ലിപ്പാണ് വെക്കുന്നത്. അതുപോലെ പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ വേണം. അതായത് ഈ വരുന്നവര് നമ്മുടെ പേരൻസ് എവിടെ താമസിക്കുന്നു എന്നുള്ളത്, അതിന് നമ്മുടെ വീടിന്റെ കോൺട്രാക്ട് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതും ബെറ്റർ ആണ്. പിന്നെ യൂഷ്വലി ഇതെല്ലാം നമ്മൾ വെക്കേണ്ടത്. ഇതിന്റെ കറക്റ്റ് ലിസ്റ്റ് ഇത് ഏത് വെബ്സൈറ്റിലാണെന്നുള്ളത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. ശേഷം നമ്മൾ വിസയ്ക്കൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ യൂഷ്വലി ഇവർക്ക് ചില സമയത്ത് 3 മാസത്തെ വിസ ആയിരിക്കും കിട്ടുക, ഇല്ലെങ്കിൽ 6 മാസത്തെ വിസ ആയിരിക്കും കിട്ടാറുള്ളത്. ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ തന്നെ 3 മാസത്തെ വിസയാണ് കിട്ടിയാണ് വന്നതായിട്ടാണ് എനിക്ക് അറിയാവുന്നത്. അതിനുശേഷം പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ ഫ്രം ദ ഡേറ്റ് നമുക്ക് എപ്പോഴാണോ ഇനീഷ്യേറ്റ് ചെയ്തത് അപ്പൊ തൊട്ട് നമുക്ക് എപ്പോഴാണെങ്കിലും ടിക്കറ്റ് എടുത്ത് വരാം. ഭയങ്കര സിമ്പിൾ ആണ്, ഭയങ്കര വിചാരിക്കുന്ന പോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഗൈസ് ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇത് റിമൂവ് ചെയ്യും. പിന്നെ ഫേസ് കഴുകോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഒരു സ്കിൻ പ്രപ്പ് പോലെ, അത്രേ ഉള്ളൂ. ഞാൻ പോയിട്ടൊരു സ്മൂത്തി ഉണ്ടാക്കട്ടെ. അപ്പൊ ഇനി സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഞാൻ വോയിസ് ഓവർ പറയാം. ഞാൻ ഉണ്ടാക്കുന്ന അതായത് നട്ട്സ് മാത്രം ഇട്ടൊരു സ്മൂത്തി ഞാൻ ഇന്നലെ ഉണ്ടാക്കി, പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് വാൾനട്ട്, കാഷ്നട്ട്, ആൽമണ്ട് അങ്ങനെ എല്ലാം കൂടി ഇട്ട് നട്ട്സും ഡേറ്റ്സും ഇട്ട് 0 ഷുഗർ, ഡേറ്റ്സിന്റെ മാത്രം ഷുഗറാണ്. അതിട്ടൊരു ജസ്റ്റ് സ്മൂത്തി ഇട്ട് കുടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ജിമ്മിൽ പോവാം. അപ്പൊ സ്മൂത്തി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ചില്ലറ കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്. യെസ്, കമോൺ. ഞാനപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നട്ട്സ് ഇട്ടിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. അത്യാവശ്യം കുറച്ച് നട്ട്സിൻ്റെ ഒരു മിക്സഡ് പാക്കറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് കൂടെ ഡേറ്റ്സ് കൂടി ഇട്ടിട്ട് വേറെ എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഡേറ്റ്സിൻ്റെ ഷുഗറാണ് അതിനകത്ത് മെയിനായിട്ടുള്ളത്. പിന്നെ കുറച്ച് പാല്. ഞാൻ പൊതുവേ സ്മൂത്തി ഉണ്ടാക്കുമ്പോഴത്തേക്കും ഈ പാൽ അങ്ങനെ ഫ്രീസ് ചെയ്തിട്ടല്ല, ഞാൻ നോർമലി തണുത്ത പാൽ ഒഴിക്കും, ആ കൂടെ ഞാൻ ഐസ് ക്യൂബ്സ് ആണ് ഇടാറ് പൊതുവേ. ജസ്റ്റ് ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തിട്ട് കുടിക്കാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന കാഷ്നട്ട്, കിസ്മിസ്, അതുപോലെ ആൽമണ്ട്, ബദാമും ആൽമണ്ടും ഒന്നാണല്ലോ, ഇതെല്ലാം കൂടെ വന്നിട്ടാണ്. പക്ഷേ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടല്ലോ കുറച്ചുകൂടി നല്ല കൺസിസ്റ്റൻസി ആയിരുന്നു. പക്ഷേ ഇത് കുറച്ച് ഇത്തിരി വെള്ളമായിപ്പോയി, പക്ഷേ ടേസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ബെഡൊന്നും പിന്നെ ക്ലീൻ ചെയ്തിട്ടില്ല. അതുമാത്രമല്ല ഇന്നലെ കുറച്ച് തുണി വാഷ് ചെയ്തത് അതും മടക്കി വെക്കാനുണ്ട്. അപ്പോൾ അതിപ്പിനി ചെയ്യണം. എനിക്കിനിപ്പം ഒരു 4 ദിവസം ലീവാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഷിഫ്റ്റ് വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഷിഫ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു ഞാൻ ഇത് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, വീക്ക്ലി നമുക്കിവിടെ അവേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഓരോ വ്യുൻഷ് പറയാം വീക്കിലി ഏത് ഡ്യൂട്ടിയാണെന്ന്. ഇനി വ്യുൻഷൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ആണ് ഡ്യൂട്ടി പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടത് പറയാൻ പറ്റില്ല, മോർണിംഗ് ആണോ വരുന്നത്, ഈവനിങ് ആണോ വരുന്നത്, അങ്ങനെയുള്ളത്. എൻ്റെ വീഡിയോയിൽ കമൻസിൽ ഇപ്പോൾ അടുത്തായിട്ട് എനിക്ക് കുറേ വരുന്നൊരു കമൻസാണ് ഞാൻ ഏത് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. എനിക്കിപ്പോൾ അതിൻ്റെ വീഡിയോയിലായാലോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ ഞാൻ ഏത് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാൻ എനിക്ക് പൊതുവേ ഒരു പബ്ലിസിറ്റിക്ക് എനിക്ക് താല്പര്യമില്ല. ഹോസ്പിറ്റലിന് ഒരു പബ്ലിസിറ്റി കൊടുക്കാൻ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള കമൻസിന് റിപ്ലൈ തരാത്തത് കേട്ടോ. അപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്യാം. ഇത് ഓൾറെഡി ആയിട്ടുണ്ട്. ഞാൻ കുടിച്ച സ്മൂത്തി എല്ലാം എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാ ഇങ്ങനെ ആ മിച്ചമുള്ളതില്ലേ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വൈപ്പൊക്കെ ചെയ്ത് കൊടുക്കും ഫേസിൽ ഫുൾ അത് പിടിക്കാനായിട്ട്. മഴ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു, പറയാൻ പറ്റില്ല കേട്ടോ, ഞാൻ വെതർ നോക്കിയില്ല.
നല്ലോണം, അതായത് പുറത്ത് നല്ല ഇരുട്ടാവുന്നുണ്ട്. കാണിച്ചു തരാം ഞാൻ. നോക്ക് ഗൈസ്, പുറത്ത് നല്ല ഇരുട്ടാവുന്നില്ലേ? അന്തരീക്ഷം എല്ലാം നല്ല ഇരുട്ടായി. അതാണ് ഞാൻ സമയം നോക്കുന്ന ക്ലോക്ക്. ഇപ്പം സമയം 6:30 ഈവനിങ്. ഇനിയിപ്പം ചൂടങ്ങ് മാറി ഇപ്പം നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. എനിക്കൊന്ന് മഴ പെയ്യാൻ പോകാനാന്ന് തോന്നുന്നു. അപ്പം ഞാൻ വിൻഡോസ് എല്ലാം തുറന്നിടാം. അന്നേരത്തേക്ക് അകത്ത് നല്ല കാറ്റ് കയറുമല്ലോ. ഞാൻ പുതിയതായിട്ട് വാങ്ങിയ ഒരു ലിപ് ബാം ആണ് കേട്ടോ. ഏതിനാന്ന് വെച്ചാൽ ബി റുട്ടീൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ബി റുട്ടീൻ. കളർലെസ് ആണ്, പക്ഷെ നല്ലതാണ്. നല്ല അത്യാവശ്യം നല്ല ചുണ്ട് നല്ല മോയിസ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ബി റുട്ടീൻ എന്ന് പറയുന്നത്. അതിന്റെ റാസ്ബെറി കിസ് എന്ന് പറയുന്ന റാസ്ബെറിയാണ് ഫ്ലേവർ വരുന്നത്. ഇനി ഈ ലിവിംഗ് റൂമും കൂടി ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു. ഞാനുണ്ടല്ലോ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പോൾ ക്ലീൻ ചെയ്തിടും. അതാകുമ്പം വലിയൊരു മേജർ ക്ലീനിങ് എല്ലാ ദിവസവും ക്ലീനിങ്, എല്ലാ ദിവസവും കുക്കിംഗ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഇപ്പം നമുക്ക് വർക്ക് ചെയ്യുന്ന കൂടെ തന്നെ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. എന്നെ സംബന്ധിച്ച് എനിക്കത് കുറച്ച് എന്താ പറയുക, കുറച്ച് ഹെക്റ്റിക് ആയിട്ടാണ് എനിക്ക് തോന്നാറ്. ഞാൻ മാക്സിമം എനിക്ക് റിലാക്സേഷൻ കൊടുത്തുകൊണ്ടാണ് എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറ്. ഇപ്പോൾ കുക്ക് ചെയ്യുമ്പോഴായാലും ഞാൻ 2 ദിവസത്തേക്കുള്ള കാര്യങ്ങൾ കുക്ക് ചെയ്ത് വെക്കും. അങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ് ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ അറിയുന്ന പോലെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയാലും ഞാൻ എൻ്റെ ഓഫ് ഡേ വരുന്ന സമയങ്ങളിലാണ് ഞാൻ ചെയ്യുന്നത്. അതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കാണ് ഏറ്റവും കൂടുതൽ റിലാക്സേഷൻ കൊടുക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട്. അങ്ങനെ ചെറിയ ചെറിയ അടുക്കിപ്പറക്ക് പരിപാടികളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ കഴിയുന്നുണ്ടല്ലോ വീട് അങ്ങനെ ഫുൾ അലങ്കോലമായിട്ട് ഇടാതെ അപ്പം ക്ലീൻ ചെയ്ത് വെക്കും. പിന്നെ ഈ സോഫയിൽ വന്നിരുന്ന TV കാണുമ്പോഴത്തേക്കും അന്നേരം എൻ്റെ കയ്യിൽ ചിലപ്പോൾ വല്ല ബുക്ക് കാണും, ലാപ്ടോപ്പ് കാണും, ഇല്ലെങ്കിൽ ക്യാമറ കാണും, എഡിറ്റ് ചെയ്യാൻ എന്തെങ്കിലും കാണും. അതൊക്കെ ഞാൻ അവിടെ ഇടും. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീക്കിലി വൺസ് നല്ലോണം നമ്മുടെ തറ നല്ലോണം തുടക്കുക, എല്ലാ റൂമിൻ്റെയൊക്കെ. അങ്ങനെ ഇനിയിപ്പോൾ വിചാരിക്കുന്നത്, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മുടി ഇന്നലെ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഇടയ്ക്കൊക്കെ ഞാൻ ചുമ്മാ മുടി ഇങ്ങനെ സെറ്റ് ചെയ്തിടും. അതാകുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് പിന്നെ സെറ്റ് ചെയ്യാനോ ഒന്നും നിൽക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു കേളർ വന്നിട്ട് ഇതാണ്. ഐക്കോണിക്കിന്റെ കേളറാണ് കേട്ടോ. നിങ്ങളൊരു നല്ല കളർ നോക്കി നടക്കുകയാണ്. അതായത് അത്യാവശ്യം കേൾസ് നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന, എന്നാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് നോക്കുവാണെങ്കിൽ ഐക്കോണിക്കിന്റെ ഇത് വന്നിട്ട് പ്രൊഫഷണൽസ് ഒക്കെ നമ്മുടെ സലൂൺസിനും ഒക്കെ അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലിസ്റ്റുകളും എല്ലാം യൂസ് ചെയ്യുന്ന ഐക്കോണിക്കിന്റെ ഹെയർ കളറാണ്. നല്ലൊരു ഹെയർ കളറാണ്. എനിക്ക് തോന്നുന്നു പ്രൈസ് വന്നിട്ട് 4,000 5,000 6,000 ആ ഒരു റേഞ്ച് ആണെന്ന് തോന്നുന്നു. എനിക്ക് ഇതിപ്പോ ഞാൻ ഏകദേശം 2 വർഷമോ അങ്ങനെ കണ്ടായിട്ടുണ്ട് വാങ്ങിയിട്ട്. നല്ല കളറാണ് കേട്ടോ. ഞാൻ കേൾസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ്. പൊതുവെ ഡൈസന്റെ കേളിങ് ടൂൾ വന്നിട്ട് അത് അത്ര ലാസ്റ്റിംഗ് അല്ല, നല്ല ബൗൺസി ആയിട്ട് കേളായിട്ട് നിൽക്കും. പക്ഷെ അത് വെതറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പുറത്ത് നല്ല ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ നല്ല മോയ്സ്റ്റ് ആയിട്ട് നമ്മുടെ മുടിയിൽ ആ കേൾസ് ലാസ്റ്റ് ചെയ്യില്ല. അത് പിന്നെ ഞാൻ അധികം സെറ്റിംഗ് സ്പ്രേ ഉപയോഗിച്ച് കേൾ ചെയ്യുന്ന ആളല്ല. എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലാതെ നമ്മൾ ഡെയിലി യൂസസിനൊക്കെ ആണെങ്കിലും ഞാൻ അങ്ങനെ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കില്ല. ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് ഉപയോഗിക്കും. ഞാൻ ഉപയോഗിക്കുന്ന ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് വന്നിട്ട് ഷ്വാറ്റ്സ്കോഫിന്റെ ആണ്. നല്ലൊരു ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് ആണ്. ഇപ്പൊ തീരാറായിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഹെയർ കേൾ ചെയ്യട്ടെ. ഹെയർ കേൾ ചെയ്യുന്നൊക്കെ വീഡിയോ എനിക്കൊന്നും ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് എന്റെ ഹെയർ മെയിൻറ്റെയിനിങ് അല്ലെങ്കിൽ ഹെയർ കേളിങ്, ഹെയറിൽ ഞാൻ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യുക, ഹെയർ വാഷ് ഡേ, അങ്ങനത്തെ വീഡിയോസ് കാണണം എന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോയിൽ കമന്റ് ചെയ്യട്ടോ. അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ എനിക്കറിയില്ല, ഞാനൊക്കെ പൊതുവെ ഇങ്ങനെ വ്ളോഗ് കാണുമ്പോൾ അങ്ങനെ ആൾക്കാർ ഹെയർ കേൾ ചെയ്യുന്നൊക്കെ ആണെങ്കിൽ ഞാൻ സ്കിപ്പ് അടിച്ച് പോവുള്ളൂ. അപ്പൊ എനിക്കറിയില്ല നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഞാൻ എന്റെ ഹെയർ ഒന്ന് കേൾ ചെയ്യട്ടെ. ജസ്റ്റ് ചുമ്മാ വലിയ കേൾസ് നല്ല ലൂസ് കേൾസ്, ജസ്റ്റ് മുടി ഒന്ന് വേവി ആയിട്ട് കിടക്കാൻ വേണ്ടി ആണ് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മുടിയിൽ ഫുൾ ഞാൻ ഇതുപോലെ ഹെയർ ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് സ്പ്രേ ഉപയോഗിക്കും. ഫുൾ ഉപയോഗിക്കും മുടിയിൽ. എന്നിട്ട് മുടി നല്ലോണം ഒന്ന് കോംബ് ചെയ്യും.
എൻ്റെ അടുത്ത് കുറെ പേര് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഹെയറിൽ ഏത് ട്രീറ്റ്മെന്റാണ് ചെയ്തിരിക്കുന്നത്, ഹെയറിന് ഹെയർ ഫോൾ ഉണ്ട്, ഹെയറിൽ ട്രീറ്റ്മെന്റ് ഉണ്ട്, എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നൊക്കെ ഉപയോഗിച്ച് എനിക്കിവിടെ ഞാൻ ജർമ്മനി വന്ന സമയത്തും ഞാൻ ഒരു ഭയങ്കര ഹെവി ഹെയർ ഫോൾ ഒക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഇല്ലാത്ത പോലത്തെ ഡാൻഡ്രഫ് ഞാൻ ഓർക്കുന്നു. എനിക്ക് ഭയങ്കര സ്കാൽപ്പിങ് ഇങ്ങനെ ഭയങ്കര എനിക്ക് ഇച്ച്നെസ് ഉണ്ടായിരുന്നു വന്ന സമയത്ത്. ഞാൻ തന്നെ പേടിച്ചു പോയി, ഇതെന്താ എന്റെ മുടി ഇങ്ങനെ തല ഇങ്ങനെ ചൊറിയുന്നേന്ന്. നമുക്കിങ്ങനെ വെള്ള പൊടികൾ കിട്ടും. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, ഞാൻ വന്ന സമയത്ത് ഞാൻ നാട്ടിൽ നിന്ന് ഹെയറിനുള്ള പ്രൊഡക്ട്സും ഷാമ്പു കണ്ടീഷണർ എല്ലാം ആയിട്ടാണ് ഞാൻ വന്നത്. എനിക്കിപ്പോഴും അറിയില്ല എന്തിനാ ഞാൻ ഇതെല്ലാം കൂടെ പൊതിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതെന്നുള്ളത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ആരും നാട്ടിലെ പ്രൊഡക്ട്സുകൾ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. കാരണം നമ്മുടെ ഇവിടുത്തെ വെള്ളം ഹാർഡ് വാട്ടർ ആണ്, ഇവിടുത്തെ pH വ്യത്യാസമുണ്ട്, ഇവിടുത്തെ പ്രൊഡക്റ്റുകൾ അപ്പൊ അതനുസരിച്ചുള്ളതാണ്. ഇവിടുത്തെ ആൾക്കാരും എന്താ പറയുക, ഈ ഹെയർ ഫോളും കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് ഇവിടുത്തെ പ്രൊഡക്ട്സുകൾ നമ്മുടെ സ്കാൽപ്പിന് ഏതാണ് മാച്ച് ചെയ്യുന്നത്, സ്യൂട്ട് ചെയ്യുന്നത്, നമ്മൾ ഏത് തരത്തിലുള്ള ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നതിൽ കാര്യമില്ല. കാരണം എന്റെ സ്കാൽപ്പ് വേറെയാണ്, എന്റെ ഹെയർ വേറെയാണ്, എന്റെ ഹെയർ ഗ്രോത്ത് രീതി വേറെയാണ്. ഞാൻ എന്റെ മുടിയിൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ളതാണ്. ആ ട്രീറ്റ്മെന്റ് ആയിരിക്കില്ല നിങ്ങൾ ചെയ്തിട്ടുള്ളത്. കളേർഡ് ഹെയർ ആണ്. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് ആവണം എന്നില്ല നിങ്ങൾ ഉപയോഗിക്കേണ്ട. അപ്പൊ ഞാൻ കുറെ ഇങ്ങനെ റിസർച്ച് ചെയ്യും. എന്റെ പ്രൊഡക്റ്റ് മുടിക്ക് മാച്ച് ആവുന്നതും നോക്കിയിട്ടുള്ള പ്രൊഡക്ട്സുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, മുടങ്ങാതെ ഞാൻ ചെയ്യുന്നതും ഹെയർ ഓയിലിംഗ് ചെയ്യും എപ്പോഴും ഹെയർ വാഷിന് മുന്നേ. അത് എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും അല്ല, വീക്കിലി ഞാൻ വൺസ് അല്ലെങ്കിൽ ട്വൈസ് ഞാൻ എന്റെ മുടി ഹെയർ വാഷ് ചെയ്യും, ഓയിലിംഗ് ചെയ്ത് 1 hour മുടി വെച്ചിട്ട് അങ്ങനെ. പിന്നെ ഞാൻ സ്വന്തമായിട്ടൊരു ഹെയർ ഓയിൽ കാച്ചി എണ്ണ അതൊന്നും അല്ല, അത്യാവശ്യം ഹെയർ ഗ്രോത്തിന് നല്ലതായിട്ടുള്ള ഹെയറിന്റെ റൂട്ട്സിന് നല്ലതൊക്കെ ആയിട്ടുള്ള പ്രൊഡക്ട്സുകളൊക്കെ ഇട്ട് ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഞാനൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് വന്ന സമയത്ത് ഹെയർ ഫോൾ ഞാൻ ഫേസ് ചെയ്തിരുന്നു. പക്ഷെ നമ്മുടെ മുടിക്ക് കുറച്ച് സമയം കൊടുക്കണം. നമ്മുടെ ബോഡിയിൽ നമ്മളൊരു പുതിയ സ്ഥലത്ത് നിന്ന് അഡ്ജസ്റ്റ് ആവാൻ ടൈം എടുക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയിലുള്ള എന്താ പറയാ, നമ്മുടെ ഹെയർ ആയാലും നമ്മുടെ സ്കിൻ ആയാലും എല്ലാം അതിന് അതിൻ്റെതായ ടൈം വേണം. അപ്പോ ഒരു ഫേസ് കഴിഞ്ഞു. പിന്നെ ഞാൻ പ്രൊഡക്ട്സുകളൊക്കെ നല്ല രീതിയിൽ ഏതാണ് എന്റെ ഹെയറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ അങ്ങനെ ചെയ്ത് എന്റെ മുടി ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ടും വെള്ളമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ട് എന്റെ മുടി അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ വളരുന്നത്. ഞാനിപ്പോ നാട്ടിൽ പോയപ്പോൾ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് അത്യാവശ്യം ഷോർട്ടൺ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നോക്ക് എന്റെ മുടി വീണ്ടും ഹെയർ ഗ്രോത്ത്. അപ്പൊ നമ്മൾ നല്ല പ്രൊഡക്റ്റ്, പിന്നെ അതുപോലെ തന്നെ പുറമേ തേക്കുന്നത് കൂടാതെ സപ്ലിമെന്റ്സ് എടുക്കുക. ബയോട്ടിൻ, സിങ്ക് ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. കാരണം ഇവിടുത്തെ ടെമ്പറേച്ചർ, നമുക്ക് സൺലൈറ്റ് കുറവുള്ള സമയത്ത് നമ്മൾ വിറ്റാമിൻ ഡി കഴിക്കണം. അങ്ങനെ നമുക്ക് ബോഡിക്ക് വേണ്ട സപ്ലിമെന്റ്സും കൂടെ എടുക്കുക. ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും മുടി ഒന്ന് കേൾ ചെയ്യട്ടെ. ഇനിയിപ്പം ഹീറ്റ് ടൂൾസ് ഒക്കെ മുടിയിൽ ചെയ്യുന്നത് ഡാമേജ് അല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് ഒബ്വിയസ്ലി ഡാമേജ് ആണ്. കാരണം നമ്മുടെ മുടിയിലേക്ക് ഇപ്പോൾ എന്താ പറയുക, നാച്ചുറൽ അല്ലാത്ത എന്ത് വന്നാലും അത് മുടിക്ക് ബാഡ് തന്നെയാണ്. പക്ഷേ ഞാനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പം ഞാൻ പ്രത്യേകം പറഞ്ഞു, ഞാൻ വീക്കിലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് ആണ് എൻ്റെ ഹെയർ വാഷ് ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ എൻ്റെ ഹെയർ സെറ്റ് ചെയ്തിടുക. കമ്പാരിറ്റീവ്ലി എന്നാൽ നമ്മൾ ഡെയിലി ഞാൻ എൻ്റെ മുടിയിൽ ഹീറ്റ് ടൂൾസ് അങ്ങനെ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഈ പറയുന്ന പോലെ എപ്പോഴും ഞാൻ അങ്ങനെ ഹെയർ സെറ്റ് ചെയ്തിടുന്ന ആളല്ല. ഇപ്പോൾ എനിക്ക് ചില സമയത്ത് ഓരോ മൈൻഡാണ്. ഇപ്പോൾ ഇവിടെ സമ്മർ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ലാസ്റ്റ് വീക്ക് ഇവിടെ 40 ഡിഗ്രി ഒക്കെ ഓൾമോസ്റ്റ് വന്നതാണ്. ഈ വീക്ക് ആയപ്പോഴത്തേക്കും നേരെ വീണ്ടും ഡൗൺ ആയി 20-21 ഒക്കെ ആയി. അത് മാത്രമല്ല ഈവനിങ് മഴയും പെയ്യുന്നുണ്ട്. അപ്പം ഒരാഴ്ച ചൂട്, പിന്നത്തെ ആഴ്ച അതിനെ ഒന്ന് കൂളാക്കാൻ വേണ്ടി തണുപ്പ് വരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ വരുന്നത്. ഞാൻ ജിമ്മിലേക്ക് പോകാനായിട്ട് റെഡി ആവുകയാണ്. ഞാൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ വീക്കിലി ഞാനൊരു 3 ദിവസം ഒക്കെ പോകാനായിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ പോകുന്നത് മോർണിംഗ് ഡ്യൂട്ടി, പിന്നെ എനിക്ക് ലീവുള്ള ദിവസങ്ങൾ, പിന്നെ നൈറ്റ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം. ഇങ്ങനെയാണ് ഞാൻ പ്രോപ്പറായിട്ട് പോകാൻ ട്രൈ ചെയ്യാറ്. ഈവനിങ് ഉള്ള ദിവസം തീരെ പോകാനായിട്ട് പറ്റില്ല. കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റ് ജിമ്മിൽ പോകുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഈവനിങ് ആണ് വർക്കൗട്ട് ചെയ്യാൻ എനിക്കിഷ്ടം കൂടുതൽ. ഞാനിപ്പം ഓരോ ദിവസവും ഓരോ പാർട്സിനുള്ളതാണ് ചെയ്യാറ്. പിന്നെ ഞാൻ അങ്ങനെ ട്രെയിനറെ വെച്ചല്ല ചെയ്യുന്നത്. നമുക്കിവിടെ ഓരോ പ്ലാനുകളുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പ്ലാനിനകത്ത് എനിക്ക് എൻ്റെ ഫിറ്റ്നസ് ആപ്പിനകത്ത് ഓരോ എക്സസൈസുകളുണ്ട്. ഏതൊക്കെ മെഷീൻസാണ് യൂസ് ചെയ്യേണ്ടത്, ഓരോ പാർട്സിനും എത്ര മിനിറ്റ് വീതം ഏതൊക്കെ മെഷീൻസ് യൂസ് ചെയ്യണം, അങ്ങനെയുള്ള പ്രോപ്പർ വീഡിയോസ് ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതനുസരിച്ചാണ് ചെയ്യുന്നത്. എനിക്ക് നല്ല ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലൂട്ടിനുള്ള എക്സസൈസാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ചെല്ലുന്ന ഉടനെ തന്നെ ബോഡി ഒന്ന് വാമപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ട്രെഡ്മില്ലിൽ ഓൾമോസ്റ്റ് ഒരു 10
മിനിറ്റ്സ് ട്രെഡ്മിൽ ചെയ്യും, അതിനുശേഷം സ്റ്റെപ്പ് അപ്പ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തൊന്ന് ഒന്ന് വാം അപ്പ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ വർക്കൗട്ട്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനപ്പോൾ നിങ്ങളോടൊരു ഇൻസിഡൻറ്റ് പറയട്ടെ. എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ജർമ്മനി തന്നെ ഉള്ളതാണ്. ഇപ്പം പലർക്കും അറിയില്ലാത്തൊരു കാര്യമായിരിക്കും. നമുക്കിവിടെ അതായത് ഫിറ്റ്നസ് സ്റ്റുഡിയോസിലൊക്കെ ഫെട്രാഗ് കോൺട്രാക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ എടുക്കാറ്. അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ മന്ത്ലി പേയ്മെൻറ്റ് അടിച്ച് അങ്ങനത്തെ പരിപാടി ഇവിടെ വളരെ റെയർ ആയിട്ടുള്ള ഫിറ്റ്നസ് സ്റ്റുഡിയോസിലേ ഉള്ളൂ. അല്ലാത്ത പക്ഷം എല്ലാം കോൺട്രാക്റ്റ് ബേസിലാണ്. കുറഞ്ഞത് 1 ഇയർ ആണ് കോൺട്രാക്റ്റ് വരുന്നത്. അപ്പോൾ ഈ കോൺട്രാക്റ്റ് അല്ലാതെ എടുക്കുമ്പോഴെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കേസിൽ നമ്മൾ കോൺട്രാക്റ്റ് വെച്ച് വരുന്ന എമൗണ്ടിലും കൂടുതലായിരിക്കും നമ്മൾ മന്ത്ലി എടുക്കുന്നത്. പക്ഷെ ഞാനൊക്കെ പോകുന്ന ജിമ്മിൽ ഫെട്രാഗ് വെച്ചിട്ടാണ്, അല്ലാതെ നമുക്ക് മന്ത്ലി പേയ്മെൻ്റ് ആയിട്ടുള്ളത് ഇല്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് 1 ഇയറിലേക്കുള്ള പേയ്മെൻറ്റ് അടയ്ക്കാം, ഇല്ലെങ്കിൽ മന്ത്ലി ഇത്ര വെച്ച് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കും എന്നുള്ള രീതിയിലാക്കാം കേട്ടോ. അപ്പം എനിക്കൊരു ആൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇതുപോലെ മെസ്സേജ് അയച്ചു. ആൾ ഇതുപോലെ വന്ന് ഫെട്രാഗ് വെച്ചെടുത്തു. പക്ഷെ ആളുടെ വിചാരം നമ്മൾ പോകാത്ത മാസത്തെ, നമ്മളിപ്പോൾ മന്ത്ലി പോകുന്ന ജിമ്മിലാണെങ്കിൽ നമ്മൾ പോകാത്ത മാസം ക്യാഷ് കൊടുക്കണ്ടല്ലോ, അതുപോലെ ആയിരിക്കും ഇവിടെയും എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിവിടെ ഡബർ ഹാഫ്റ്റായിട്ട് വേണമെങ്കിൽ എമൗണ്ട് ട്രാൻസാക്ഷൻ ചെയ്യാം. ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കും ആ രീതിയിൽ. ഈ കുട്ടി അത് ചെയ്തില്ല. അപ്പോൾ ഇത് പോകാത്ത മാസത്തെ ഫൈൻ വന്ന് ഏകദേശം 1000 യൂറോളം ഫൈൻ വന്നു. അപ്പോൾ നിങ്ങൾ പോകുന്നവരാണ്, ഫെട്രാഗ് ഉള്ളവരാണെങ്കിൽ പ്രത്യേകം അത് ശ്രദ്ധിക്കണം കേട്ടോ. ഗൈസ്, അപ്പം ഇതാണ് എൻ്റെ ഒരു ദിവസം, ഒരു ഹാഫ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. ഡ്രെയിൻ ഔട്ട് ആയിട്ട് ഇരുന്നിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തു. ഇത് വലിയ പ്രൊഡക്റ്റീവായി എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് ജിമ്മിൽ പോയത് മാത്രമേ ഉള്ളൂ പ്രൊഡക്റ്റീവ്. ബട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നതിലും ഭേദമല്ലേ. ഞാൻ പോയിട്ട് ഗ്ലൂട്ടിനാണ് വർക്കൗട്ട് ചെയ്തത്. ഇനിയിപ്പോൾ ചെന്നിരുന്ന് ഒന്ന് ഫ്രഷ് ആവുക, ചെറുതായിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കുക, അതൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ച് റീൽസൊക്കെ കാണുക. ആൻഡ് ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വ്ളോഗായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും